തളർത്താൻ 10 പേര് കാണും, പുച്ഛിക്കാൻ 100 പേര് കാണും. പക്ഷേ ജയിക്കണമെന്ന് നീ ഒരാൾ വിചാരിച്ചാൽ മതി. പ്ലാസ്റ്റിക് പൂക്കൾ പോലെയാണ് ചില ബന്ധങ്ങൾ. മറ്റുള്ളവരുടെ മുമ്പിൽ മികച്ചത് എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ജീവനോ സുഗന്ധമോ ഉണ്ടാവില്ല. പിന്നിലാവുന്നതല്ല പരാജയം, മറിച്ച് മുന്നേറാൻ ശ്രമിക്കാത്തതാണ് പലരുടെയും പരാജയം. ചിരിയുടെ പിന്നിലെ ദുഃഖവും മിഴിയുടെ പിന്നിലെ കണ്ണീരും ദേഷ്യത്തിന് പിന്നിലെ സ്നേഹവും അറിയുന്നവരാണ് യഥാർത്ഥ സ്നേഹിതർ. പരിഗണന ഇല്ലെന്നറിഞ്ഞാൽ പിന്നെ അവിടെ നിന്നേക്കരുത്. അത് മരുഭൂമിയിൽ മഴക്കാട് തിരയുന്നതിന് തുല്യമാണ്. കൂടുതൽ മാന്യമായി പെരുമാറുന്ന വ്യക്തികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവരുടെ മനസ്സ് കള്ളത്തരങ്ങളുടെ കൂടാരമാണ്. ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പുറത്തുള്ള ആൾക്ക് തോന്നണം താൻ സ്നേഹിക്കപ്പെടുന്നു എന്ന്. നുണ പറഞ്ഞ് എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. അതിൽ നിന്ന് ഉണ്ടാവുന്ന ആനന്ദം അധികകാലം നിലനിൽക്കില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക. കാരണം നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഇതിനു മുൻപ് ഒരിക്കലും ഇവിടെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. വിശ്വാസം എന്നത് ചെറിയൊരു വാക്കാണ്. വായിക്കുവാൻ ഒരു നിമിഷം മതി, ചിന്തിക്കുവാൻ ഒരു മിനിറ്റ് മതി, മനസ്സിലാക്കുവാൻ ഒരു ദിവസം മതിയാകും. പക്ഷേ അത് തെളിയിക്കുവാനും നേടിയെടുക്കാനും ഒരു ജീവിതം തന്നെ മതിയാകില്ല. പ്രതീക്ഷകൾ കുറയ്ക്കുക, എന്നാൽ നമ്മുടെ വേദനകളും കുറയും. ഒരിക്കലും നമ്മൾ കാണുന്ന പോലെ നമ്മുടെ വേദനകളും ഇഷ്ടങ്ങളും മറ്റൊരാൾക്കും കാണാൻ പറ്റില്ല. മറ്റൊരാൾക്ക് അതേപോലെ മനസ്സിലാകണമെന്ന് വാശി പിടിക്കാനും നമുക്ക് കഴിയുകയുമില്ല. മനുഷ്യബന്ധങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് മനുഷ്യൻ്റെ നാവിനും പണത്തിനും വലിയൊരു പങ്കുണ്ട്. എത്ര സ്നേഹിച്ചിട്ടും, എത്ര മനസ്സിലാക്കിയിട്ടും, എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും, എത്ര സമയം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടും ഒരിക്കൽ പോലും നമ്മളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവരെ നമ്മൾ ചേർത്തു നിർത്തുന്നതിൽ ഒരു കാര്യവുമില്ല. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും തീരുമാനങ്ങളും മാറ്റി നിർത്തിയാൽ നിരാശ മാത്രമായിരിക്കും ഫലം. ജീവിതം അത് നമ്മുടേതാണ്. അപ്പോൾ തീരുമാനവും നമ്മുടേതാകണം. ഏറ്റവും ധൈര്യം വേണ്ടത് വേണ്ടെന്ന് വയ്ക്കാനാണ്. ഏറ്റവും വലിയ തിരിച്ചറിവ് എന്നും തനിച്ചായിരിക്കും എന്ന ബോധ്യമാണ്. ഏറ്റവും വലിയ കഴിവ് ഒറ്റയ്ക്ക് നടക്കാൻ കെൽപ്പുണ്ടാവുക എന്നതാണ്. നമ്മൾ ഇല്ലാതാകുന്നതോടെ ആരുടെയും ലോകം അവസാനിക്കുന്നില്ല. നമ്മൾ ഉള്ളതുകൊണ്ട് ആരും ഒരു ലോകവും പണിയുന്നുമില്ല. നമുക്ക് നമ്മൾ മാത്രമാണ് ലോകം. നാം എന്നും തനിച്ചാണ് എന്നതാണ് പരമാർത്ഥ സത്യം. സ്വന്തമായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതെല്ലാം താൽക്കാലികമാണ്. നിങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹം മാത്രമേ ശാശ്വതമായി നിലനിൽക്കൂ. ചേർത്തു പിടിക്കുക ആവുന്നിടത്തോളം. എന്നിട്ടും നഷ്ടപ്പെടാനാണ് വിധിയെങ്കിൽ വിട്ടുകളയുക. നിങ്ങൾക്കുള്ളതാണെങ്കിൽ തേടി വരിക തന്നെ ചെയ്യും. മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ മാറി നിൽക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അവിടെ നമ്മൾ വെറും കോമാളികളായി പോകും. അടുപ്പമുള്ളവരോട് പരമാവധി നുണ പറയാതിരിക്കുക. പലപ്പോഴും സത്യം അറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും. സമയം സൗജന്യമാണ്, പക്ഷെ അത് വിലമതിക്കാനാവാത്തതാണ്. നിങ്ങൾക്കത് ഉപയോഗിക്കാം, പക്ഷേ സ്വന്തമാക്കാൻ കഴിയില്ല. നിങ്ങൾക്കത് ചെലവഴിക്കാം, പക്ഷേ സൂക്ഷിക്കാൻ കഴിയില്ല. ഒരിക്കൽ അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്കത് തിരികെ ലഭിക്കില്ല. നുണകളും രഹസ്യങ്ങളുമാണ് പലപ്പോഴും ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നത്. അത് എത്ര ശ്രദ്ധയോടെയാണെങ്കിലും ഒരു സൂചന എവിടെയെങ്കിലും ഉണ്ടാകും. അന്ധകാരത്തിൽ ചെയ്യുന്നത് എല്ലായ്പ്പോഴും വെളിച്ചത്തിലേക്ക് വരുന്നു. സ്വന്തം കാര്യങ്ങളെ ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് പിന്നീട് വിഡ്ഢികളായി തീരുന്നത്. ജീവിതത്തിൽ നമ്മെ തളർത്താൻ ശ്രമിച്ചവരെ നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല, പകരം വിജയം കൊണ്ടാണ് നേരിടേണ്ടത്. ആശങ്കയെ ആവേശമാക്കി മാറ്റാനുള്ള ചിന്താശക്തിയാണ് വേണ്ടത്. കഷ്ടപ്പാടുകളും തോൽവികളും പരിഹാസങ്ങളും മനുഷ്യജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അവയെ അഭിമുഖീകരിക്കാനുള്ള ചിന്താശക്തിയാണ് ജീവിത വിജയത്തിൻ്റെ ആയുധം. ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് കണ്ടാൽ ലക്ഷ്യം മാറ്റരുത്. എത്തിച്ചേരാനുള്ള വഴികൾ മാറ്റി ചിന്തിക്കുക. ആരൊക്കെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും
ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. സങ്കടമായാലും സന്തോഷമായാലും ഓടിച്ചെന്ന് പറയാനുള്ള ഇടം ശൂന്യമാണ് എന്നുള്ള തിരിച്ചറിവ് വല്ലാത്തൊരു വേദനയാണ്.